മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷ് തയ്യാറാക്കാം. ഇത് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കാറുള്ളതാണ്. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമുള്ളൊരു ഡിഷാണ്. നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ആദ്യം നമുക്ക് സ്മാഷ്ഡ് പൊട്ടറ്റോ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 വലിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. പൊട്ടറ്റോയുടെ സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കിത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ എപ്പോഴും മുറിക്കുമ്പോൾ നമ്മളത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കളറ് പെട്ടെന്ന് തന്നെ മാറിപ്പോവും. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്താൽ മതി. പൊട്ടറ്റോ ഇതുപോലെ വെള്ളത്തിലിട്ട് വയ്ക്കാം. 4 അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചത് ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും പൊട്ടറ്റോയും കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് അല്പം ഉപ്പും കൂടി ചേർത്ത് ഇത് ഞാനൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പൊട്ടറ്റോ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ക്രീമും കൂടി തയ്യാറാക്കാനുണ്ട്. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് കുക്കിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 25 ഗ്രാം ബട്ടറും കൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടി അല്പനേരം മൈക്രോവേവിൽ വെച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ പൊട്ടറ്റോ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊട്ടറ്റോ ഒന്ന് ഉടച്ചെടുക്കണം. നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം അതിൽ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റാം. ഇതിൽ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ ഉടച്ചെടുക്കുമ്പോഴേക്കും അതൊന്ന് പാകമായിട്ട് വരും. നമുക്ക് പൊട്ടറ്റോ സ്മാഷർ വെച്ചിട്ട് വേണമെങ്കിൽ ഇതൊന്ന് ഉടച്ചെടുക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ ചെയ്താലും മതി. പൊട്ടറ്റോ നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ക്രീമും ബട്ടറും കൂടെയുള്ള മിക്സ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്രീം ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഞാനത് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതൊരു ക്രീമി ടെക്സ്ചറായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഇപ്പോൾ നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് ചേർത്തിട്ടുള്ളത്. പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. നമ്മൾ പൊട്ടറ്റോ വേവിച്ചപ്പം അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ആവശ്യമുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടെല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ സ്മാഷ്ഡ് പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് പാഴ്സലി ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു മീറ്റ് ഐറ്റം കൂടിയാണ് സെർവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നത് മീറ്റ് ബോൾസ് ആണ്. നമുക്ക് ചിക്കൻ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മീറ്റ് ബോൾസ് കടയിൽ നിന്ന് വാങ്ങിയതാണ്, ഫ്രോസൺ വാങ്ങിയതാണ്. ഇത് ഞാൻ കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വെച്ചിരുന്നതാണ്. ഇത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സ്മാഷ്ഡ് പൊട്ടറ്റോയും അതിൻ്റെ കൂട്ടത്തിൽ ഒരു മീറ്റ് ഐറ്റംസും പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ അല്പം വെജിറ്റബിളും കൂടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബീൻസാണ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് മീറ്റ് ബോൾസ് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം അതിലേക്ക് ഇട്ട് കൊടുക്കാം. തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കത് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മീറ്റ് ബോൾസൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. ഇനി ഒരു പാനിലേക്ക് അല്പം ബട്ടറോ ഓയിലോ ഒഴിച്ച് കൊടുത്തിട്ട് ബീൻസ് കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ അല്പം കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബീൻസും നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളതൊരു സോസാണ്, മഷ്റൂം സോസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ മഷ്റൂം സോസ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം. നമുക്ക് വേണമെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു പാനിലേക്കാണ് ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ ഒരു സോസും കൂടി ചേർത്തിട്ട് വേണം ഈ ഒരു ഡിഷ് കഴിക്കാനായിട്ട്. മഷ്റൂം സോസ് നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിലും തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ മീറ്റ് ബോൾസും ഇതിനു മുമ്പ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ സോസ് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിഷിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റ് ചെയ്യാം. ആദ്യം പൊട്ടറ്റോ വെച്ച് കൊടുക്കാം.
ഒരു 2 സ്പൂൺ പൊട്ടറ്റോ ഞാനിതിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് നിരത്തി വയ്ക്കാം. ഇതിൻ്റെ മുകളിലേക്ക് പാഴ്സലി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ പാഴ്സലി ഇല്ലാന്നുണ്ടെങ്കിൽ അല്പം മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താലും മതി, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ സൈഡിലേക്ക് നമുക്ക് മീറ്റ് ബോൾസ് എടുത്ത് വെക്കാം. ബോൾസ് വെച്ചതിന് ശേഷം സൈഡിൽ നമുക്ക് വെജിറ്റബിളും കൂടെ എടുത്ത് വെക്കാം. വെജിറ്റബിളും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുമ്പോഴാണ് ഇതൊരു കംപ്ലീറ്റ് മീൽ ആവത്തുള്ളൂ. ഇനി നമുക്ക് ഈ മീറ്റ് ബോൾസിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ മഷ്റൂം സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ബീൻസ് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ വേണേലും എടുക്കാം. ബ്രൊക്കോളിയോ എന്ത് വേണേലും നമുക്ക് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാം. ഞാനിവിടെ മീറ്റ് ബോൾസിൻ്റെ മുകളിലേക്കായിട്ട് മഷ്റൂം സോസും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം പാഴ്സലി ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ ഡിന്നറിനായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഐക്യയിൽ പോകുമ്പോൾ ഇതുപോലെയുള്ള ഈ ഡിഷ് കഴിക്കാറുള്ളതാണ്. അപ്പോൾ വീട്ടിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാനത് തയ്യാറാക്കിയപ്പോൾ ഇവിടെ ഒന്ന് ഷെയർ ചെയ്തതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.